വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ +2 സുവോളജിയിലെ 1 മാർക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: നെയിം ദ ഓറൽ കോൺട്രാസെപ്റ്റീവ് ഫോർ ഫീമെയിൽ ഡെവലപ്ഡ് ബൈ CDRA. ഏതാണ് അതിന് ആൻസർ? ഇതിന് ആൻസർ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, സഹേലി. ഓക്കെ, സഹേലി എന്ന് പറയുന്ന കോൺട്രാസെപ്റ്റീവ് പില്ലാണ് CDRA ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ ഇതാണ്: Spermatids are transformed into active sperms by a process called. ഓക്കെ, നമ്മളുടെ ഈ വട്ടത്തിൽ കാണുന്ന സ്പെർമാറ്റിഡ് എന്തായിട്ട് മാറണം? ഒരു സ്പേം ആയിട്ട് മാറണം. ഈ കാണുന്ന സ്പേം ആയിട്ട് മാറണം. ഈ കാണുന്ന സ്പേം ആയിട്ട് മാറുന്ന പ്രോസസ്സിന് എന്താ പറയുക? സ്പെർമിയോജനസിസ്. എന്ത് പറയും? സ്പെർമിയോജനസിസ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? ദ സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ ഇൻ ഫീമെയിൽസ് ഇസ് കോൾഡ് ട്യൂബാക്ടമി. എല്ലാവർക്കും അറിയാം ട്യൂബാക്ടമി. കട്ടിങ് ആൻഡ് ടൈയിങ് ഓഫ് fallopian tube, that is called tubectomy. Okay, next question: name an oral contraceptive for females developed by scientists at Central Drug Research Institute. ഇതാണ് എന്ത്? CDRA. അപ്പോൾ ഏതാ? നമ്മൾ ആൻസർ നേരത്തെ പറഞ്ഞു, എന്താണ്? സഹേലി. ഓക്കെ, സഹേലി എന്ന് പറയുന്ന കോൺട്രാസെപ്റ്റീവ് പില്ലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ എൻലാർജ്ഡ് എൻഡ് ഓഫ് പെനിസ് കോൾഡ് ഗ്ലാൻസ് പെനിസ് ഈസ് കവേർഡ് ബൈ ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ കോൾഡ്, ഒന്നെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഫോർ സ്കിൻ എന്ന് പറയാം. ഓക്കെ, ഫോർ സ്കിൻ. അല്ലെങ്കിൽ എന്ത് പറയാം? പ്രപ്യൂസ് എന്ന് പറയാം. എന്ത് പറയും? പ്രപ്യൂസ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഫസ്റ്റ് മെൻസ്ട്രേഷൻ ഈസ് കോൾഡ് മെനാർക്കെ. ദ ലാസ്റ്റ് മെൻസ്ട്രേഷൻ ഈസ് കോൾഡ് മെനപ്പോസ്. ഓക്കെ, നമ്മൾ മ്യൂസിക് ഒക്കെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? പോസ് ചെയ്യാറുണ്ട്. അപ്പോൾ മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് മെനപ്പോസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ ഓഡ് വൺ, ജസ്റ്റിഫൈ യുവർ സെലക്ഷൻ. റേറ്റർ ടെസ്റ്റിസ്. ഓക്കെ, വാസ എഫറൻഷ്യ, ഫലോപ്പിൻ ട്യൂബ്, വാസ് ഡിഫറൻസ്. അപ്പോൾ ഏതാ അതിൽ ഓഡ് വൺ ഔട്ട് ആയതാ? ഓഡ് വൺ ഔട്ട് വേറെ ആരുമല്ല, ഫലോപ്പിൻ ട്യൂബ് ആണ്. ഫലോപ്പിൻ ട്യൂബ് ഇറ്റ് ഈസ് സീൻ ഇൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. ഓക്കെ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഓക്കെ അല്ലേ? റേറ്റർ ഡിസീസ്, വാസാഫറൻഷ്യ, വാസ് ഡിഫറൻസ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ആക്സറി മെയിൽ റീപ്രൊഡക്റ്റീവ് ഡക്റ്റ് ആണ്. ബാക്കിയെല്ലാം ഫലോപ്പിൻ ട്യൂബ് എന്താടാ? അത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഡക്റ്റിൻ്റെ പാർട്ടാണ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കുക. ഫസ്റ്റ് മെൻസ്ട്രേഷൻ ഇൻ എ ഫീമെയിൽ ബിഗിൻസ് അറ്റ് പ്യൂബർട്ടി ആൻഡ് ഇസ് കോൾഡ് മെനാർക്കെ. എന്ത് പറയും? മെനാർക്കെ. ഓക്കെ, മെനാർക്കെ. Next question: the expand the term IUD, the most important question in reproductive health. എന്താ IUD എന്ന് പറയുമ്പോൾ? ഇൻട്രായൂട്രൈൻ ഡിവൈസ് എന്നാണ് പറയാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പാൻഡ് ദ ടേം സിഫ്റ്റ്. എന്താണ് സിഫ്റ്റ് എന്ന് പറഞ്ഞാൽ? നമുക്ക് എല്ലാവർക്കും അറിയാം, സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ഇതാണെന്ത്? സിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സിഫ്റ്റ്. നമ്മളെല്ലാം ചുതി ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യുന്നത്. പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? മൈറ്റോട്ടിക് ഡിവിഷൻ ഓഫ് സൈഗോട്ട് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബ്ലാസ്റ്റോമിയർ. അതായത് സൈഗോട്ടിൽ മൈറ്റോസിസ് നടന്നു കഴിഞ്ഞാൽ എന്ത് ഫോം? 8 to 16 സെൽഡ് സ്റ്റേജ് ഇസ് കോൾഡ് മോറുല. എന്ത് പറയും? മോറുല എന്ന് പറയും. ഓക്കെ അല്ലേ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പാൻഡ് ദ ഫോളോയിങ് ടേംസ്. ഓക്കെ, MMR എന്താ? മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആണെന്ത്? മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് MMR. ഓക്കെ, എന്താ IMR? ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ആണെന്ത്? IMR. ഓക്കെ, ഇത് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, MMR ഉം IMR ഉം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ ഓഡ് വൺ. ഇതിലേതോ ഓഡ് വൺ? HPL ആണോ, ആൻഡ്രജൻ ആണോ, റിലാക്സിൻ ആണോ, HCG ആണോ? ഞാൻ പറയും അതിലേതാണ്? ആൻഡ്രജൻ ആണ്. HPL ഉം റിലാക്സിനും HCG ഉം എവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന? ഫീമെയിൽ ബോഡി. ആൻഡ്രജൻ ആരാ പ്രൊഡ്യൂസ് ചെയ്യുക? മെയിൽ ഹോർമോൺ ആണെന്ന്. മെയിൽ സെക്സ് ഹോർമോൺ ആണെന്ന് ആൻഡ്രജൻ. ഓക്കെ അല്ലേ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ആണ്: നെയിം ദ ഓറൽ കോൺട്രാസെപ്റ്റീവ് ഫോർ ഫീമെയിൽ ഡെവലപ്ഡ് ബൈ CDRA. എല്ലാവർക്കും അറിയാം ഇതെന്താണ്? സഹേലി. ഓക്കെ, സഹേലി എന്ന് പറയുന്ന ഡ്രഗ് ആണെന്ത്? അത്. ഓക്കെ അല്ലേ? ശരി. ഡ്യൂറിംഗ് ദ ലൂട്ടിയൽ ഫേസ് ഓഫ് മെൻസ്ട്രൽ ഗ്രാഫിയൻ ഫോളിക്കിൾ ട്രാൻസ്ഫോം ഇൻ ടു. അതായത് ലൂട്ടിയൽ ഫേസിൽ LH സർജ് ഉണ്ടാവും. എന്തുണ്ടാവും? LH സർജ് ഉണ്ടാവും. LH സർജിന്റെ പ്രസൻസിൽ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ആവും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്യും. ഓക്കെ, കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്യും. ഗ്രാഫിയൻ ഫോളിക്കിൾ നിന്ന് ഓവം പുറത്തുവരുന്ന പ്രോസസ്സിന് എന്താ പറയുക? ഓവുലേഷൻ. എന്ത് പറയും? ഓവുലേഷൻ. ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ആയിട്ട് ഓവം പുറത്തേക്ക് വരും. ദാറ്റ് ഇസ് കോൾഡ് ഓവുലേഷൻ. അപ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? യെല്ലോ കളർഡ് മാസ് ഇസ് കോൾഡ് കോർപ്പസ് ലൂട്ടിയം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ ജനറ്റിക് ഡിസോർഡർ ഇൻ വിച്ച് എ ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോട്ടീൻ ഇസ് അഫക്റ്റഡ് ലീഡിംഗ് ടു നോൺ സ്റ്റോപ്പ് ബ്ലീഡിംഗ് ഈവൻ ത്രൂ സിമ്പിൾ വോണ്ട്. ഈ അസുഖത്തിന് എന്താ പറയുക? ഇതിനെ വിളിക്കുന്ന പേരെന്താ? ഹീമോഫീലിയ എന്നാണ് വിളിക്കുക. എന്ത് വിളിക്കും? ഹീമോഫീലിയ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ 1891 ഡാഷ് ട്രേസ്ഡ് എ സ്പെസിഫിക് ന്യൂക്ലിയർ സ്ട്രക്ചർ കോൾഡ് എക്സ്ബോഡി. ഓക്കെ, എക്സ്ബോഡി കണ്ടെത്തിയ ആരാടാ? എക്സ്ബോഡി കണ്ടെത്തിയ വേറെ ആരുമല്ല. ആരാണ്? നമ്മളുടെ സ്വന്തം ഹെങ്കിങ് ആണ്. ഓക്കെ,
ഹെങ്കിങ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് എന്ത് എക്സ് ബോഡി കണ്ടെത്തിയത്. ഓക്കെ അല്ലേ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം. ജീൻസ് വിച്ച് കോഡ് ഫോർ എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ആർ നോൺ ആസ്. എന്തിന്റെ ഡെഫിനിഷനാ? അലീൽസ്. അലീൽസ് എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ ആണ് എന്ത് ഈ പറഞ്ഞത്. ഓക്കെ അല്ലേ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം. ക്വസ്റ്റൻ ഇതാണ്: ദ ടൈനി ഇൻസെക്ട് സെലക്ടഡ് ബൈ തോമസ് ഹണ്ട് മോർഗൻ ആസ് ഹിസ് എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ ഈസ് കോൾഡ്. എന്താ TH മോർഗന്റെ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഓർഗാനിസമാണ് ചൂസ് ചെയ്തത്? ഡ്രോസോഫൈല മെലാനോഗാസ്റ്റർ എന്ന് പറയുന്ന ഫ്രൂട്ട് ഫ്ലൈനെയാണ് നമ്മൾ തോമസ് ഹണ്ട് മോർഗൻ എന്ത് ചെയ്ത് യൂസ് ചെയ്തത്. ഓക്കെ അല്ലേ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം. നെയിം ദ ജനറ്റിക് ഡിസോർഡർ ഇൻ വിച്ച് ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോട്ടീൻസ് അഫക്റ്റഡ് ലീഡിംഗ് ടു നോൺ സ്റ്റോപ്പ് ബ്ലീഡിംഗ് ഈവൻ ത്രൂ എ സിമ്പിൾ വൂണ്ട്. ഈ ഡിസീസ് നമ്മൾ എന്താ പറഞ്ഞത്? ഹീമോഫീലിയ. എന്ത് പറയും? ഹീമോഫീലിയ. ഓക്കെ അല്ലേ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം. How many thymine bases will a double stranded DNA have if it has 30 adenine bases? അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, അഡിനിൻ ആരായിട്ട് മാത്രമേ ബോണ്ട് ഫോം ഉള്ളൂ? തൈമിനായിട്ട്. ഗ്വാനിൻ ആരായിട്ട് മാത്രമേ? സൈറ്റോസിനായിട്ട്. ഓക്കെ, അപ്പോൾ എത്ര അഡിനിൻ ഉണ്ടോ അത്രയും എന്തുണ്ടാവും? തൈമിൻ ഉണ്ടാവും. നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി എന്ത് പറഞ്ഞിട്ടുണ്ട്? 30 അഡിനിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്? തൈമിൻ്റെ എണ്ണാണ് കണ്ടത്. അപ്പോൾ തൈമിൻ എത്ര ഉണ്ടാവും? 30 തൈമിൻ തന്നെ ഉണ്ടാവും. ഓക്കെ, 30 തൈമിൻ. ഓക്കെ, അപ്പോഴല്ലേ 30 അഡിനിന് 30 തൈമിനായിട്ട് എന്ത് ചെയ്യും? ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനീഷ്യേറ്റർ കോഡാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഓഗസ്റ്റ് അഥവാ AUG കോഡ് ചെയ്യുന്ന AUG എന്ന് പറയുന്ന കോഡാണ് എന്ത്? ഇനീഷ്യേറ്റർ കോഡാണ്. ഈ ഇനീഷ്യേറ്റർ കോഡ് ചെയ്യുന്ന അമിനോ ആസിഡിന്റെ പേരെന്താ? മെത്തിയോണിൻ. എന്ത് പറയും? മെത്തിയോണിൻ. ഓക്കെ അല്ലേ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം. ദ പ്രോസസ് ഓഫ് കോപ്പിംഗ് ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം വൺ സ്ട്രാൻഡ് ഓഫ് DNA ഇൻടു RNA. അതായത് DNA RNA ആവുന്ന പ്രോസസ്സിനെ നമ്മൾ വളരെ ബ്യൂട്ടിഫുള്ളി ആയിട്ട് എന്ത് വിളിക്കും? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്ത് വിളിക്കടാ? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ട്രാൻസ്ക്രിപ്ഷൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം. ദ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ദ സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജി ഈസ് ഗിവൺ ബിലോ. ഐഡന്റിഫൈ A and B. എ എന്താടാ? DNA ഉണ്ടാവുന്ന പ്രോസസ്സിന് എന്താ പറയുക? DNA ഉണ്ടാവുന്ന പ്രോസസ്സിന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്ത് വിളിക്കും? റെപ്ലിക്കേഷൻ എന്ന് പറയും. എന്ത് വിളിക്കും? റെപ്ലിക്കേഷൻ. ഇനി പറ, mRNA ട്രാൻസ്ലേഷൻ വഴി ഉണ്ടാവുന്ന സാധനത്തിന് വിളിക്കുന്ന പേരെന്താ? പ്രോട്ടീൻ. എന്ത് വിളിക്കും? പ്രോട്ടീൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. റൈറ്റ് ദ സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജി. ഓക്കെ, 1 മാർക്ക് ചോദിച്ചൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജി. ഏതാണ് സെൻട്രൽ ഡോഗ്മ? നമുക്ക് എല്ലാവർക്കും അറിയാം DNA. ഓക്കെ, DNA എന്തുണ്ടാവും? നമ്മളുടെ RNA ഉണ്ടാവും. ഓക്കെ, RNA എന്തുണ്ടാവും? പ്രോട്ടീൻ ഉണ്ടാവും. പ്രോട്ടീൻ ഉണ്ടാവും. DNA RNA ഉണ്ടാവുന്ന ഈ DNA ഉണ്ടാവുന്ന പ്രോസസ്സിന് എന്താ പറയാ? ദിസ് പ്രോസസ് നോൺ ആസ് റെപ്ലിക്കേഷൻ. എന്ത് പറയും? റെപ്ലിക്കേഷൻ. DNA RNA ഉണ്ടാവുന്ന പ്രോസസ്സിന് എന്ത് പറയും? ട്രാൻസ്ക്രിപ്ഷൻ. ഓക്കെ, ട്രാൻസ്ക്രിപ്ഷൻ. RNA പ്രോട്ടീൻ ഉണ്ടാകുന്ന പ്രോസസ് എന്താ പറയും? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ എന്ത് പറയും? ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ. ഇതാണ് സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം. ക്വസ്റ്റൻ എന്താണ്? മെൻഷൻ ദ ട്രിപ്ലെറ്റ് കോഡോൺ ആക്ട് ആസ് ഇനീഷ്യേറ്റർ കോഡോൺ. ഇനീഷ്യേറ്റർ കോഡോൺ എന്ന് പറഞ്ഞാൽ വേറെ ആരല്ല, ഓഗസ്റ്റ് മീൻസ് AUG. എന്ത് പറയും? AUG. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം. ദ നെയിം ദ എൻസൈം ദാറ്റ് ജോയിൻസ് ദ DNA ഫ്രാഗ്മെന്റ്സ് ഇൻ ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് ഡ്യൂറിംഗ് റെപ്ലിക്കേഷൻ. ഓരോ പകുതി പോയ സ്ട്രാൻഡിനെ മുറിഞ്ഞു പോയ ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡിനെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് എൻസൈമാടാ? DNA ലൈഗേസ് എന്ന് പറയുന്ന എൻസൈമാണ് സഹായിക്കുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. ഓക്കെ, അപ്പൊ ഈ ഏസിനെ പറ്റി ഞാൻ ആലോചിക്കേണ്ട. അതെന്തായിരിക്കും? ആർട്ടിഫിഷ്യൽ ക്രോമസോം തന്നെ ആയിരിക്കും. എന്തായിരിക്കും? ആർട്ടിഫിഷ്യൽ ക്രോമസോം. ഇനി B എന്തായിരിക്കും? നമുക്ക് ബീനെ പറ്റിയിട്ട് ആകെ ഒരു വേർഡ് അറിയുള്ളൂ. ഇത് വേർഡല്ല, നമുക്ക് ജസ്റ്റ് ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ അറിയുള്ളൂ? എന്ത്? ബാക്ടീരിയ. ഓക്കെ, ബാക്ടീരിയ. അവിടെ ഈസ്റ്റ് ആണെങ്കിൽ ഇവിടെ ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം. ഇത് എവിടെ യൂസ് ചെയ്യുക? നമ്മൾ ഹ്യൂമൻ ജീനം പ്രൊജക്റ്റിലാണ് ഈ 2 ക്ലോണിംഗ് വെക്ടേഴ്സും യൂസ് ചെയ്യുക, യാക്കും ബാക്കും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം. ക്വസ്റ്റൻ ഇതാണ്. ദ പ്രോസസ് ഓഫ് എവല്യൂഷൻ ഓഫ് ഡിഫറെന്റ് സ്പീഷീസ് ഇൻ എ ഗിവൺ ജോഗ്രഫിക്കൽ ഏരിയ സ്റ്റാർട്ടിംഗ് ഫ്രം എ പോയിന്റ്. ഒരു പോയിന്റ് നിന്ന് പല റീജിയനിലോട്ട് എന്ത് ചെയ്യുക? റേഡിയേറ്റ് ചെയ്യും. ഒരു പോയിന്റ് നിന്ന് ക്യാരക്ടേഴ്സ് പല ജോഗ്രഫിക്കൽ ഏരിയയിട്ട് റേഡിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ഭയങ്കര അടിപൊളി പ്രോസസ്സിന് എന്ത് പറയും? അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയും. എന്ത് പറയും? അഡാപ്റ്റീവ് റേഡിയേഷൻ. ഓക്കെ, അഡാപ്റ്റീവ് റേഡിയേഷൻ എന്നാണ് പറയുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം. അലീൽ ഫ്രീക്വൻസി ഇൻ എ പോപ്പുലേഷൻ റെപ്രസെന്റഡ് ആസ്. എടാ, ഇങ്ങനെ ഒരു ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിനെ പറ്റി ചിന്തിക്കേണ്ട. അത് ഏതായിരിക്കും? എവല്യൂഷണറി പ്രിൻസിപ്പിൾ. വളരെ കിഡിലം പേരായിട്ടുള്ള ഹാർഡി-വെയിൻബെർഗ് പ്രിൻസിപ്പിൾ. എന്ത് പറയും? ഹാർഡി-വെയിൻബെർഗ് പ്രിൻസിപ്പിൾ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം. ഹോമലോഗസ് ഓർഗൻ ഡൈവർജന്റ് ആണെങ്കിൽ അനലോഗസ് ഓർഗൻ എല്ലാവർക്കും അറിയാം. അതെന്താണ്? കൺവെർജന്റ് ആണ്. അതെന്താണ്? കൺവെർജന്റ് എവല്യൂഷൻ ആണ്. അങ്ങനെ ഓർക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ HD എന്നും AC എന്നും ഓർത്ത് വെക്കാം. HDയും AC. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം. ഐഡന്റിഫൈ ദ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്.
ഹോമലോഗസ് ഓർഗൻ ഡൈവർജന്റ് എവല്യൂഷൻ ആണെങ്കിൽ കൺവർജന്റ് എവല്യൂഷൻ എന്തായിരിക്കും? അനലോഗ. തിരിച്ചും മറിച്ച് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ് ഹോമലോഗസും അനലോഗസും. ഹോമലോഗസ് ഓർഗൻസും അനലോഗസ് ഓർഗൻസ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം. ക്വസ്റ്റൻ ഇതാണ്, പിക്ക് ഔട്ട് ദ കറക്റ്റ് പെയർ ഓഫ് ഡിസീസ് ഇറ്റ്സ് പാത്തജൻ. ഫൈലേറിയ റൈനോ വൈറസ് കോസ് ചെയ്യുന്നതാണോ? അല്ല, ഇത് പൊട്ടത്തെറ്റ്. ടൈഫോയിഡ് സ്ട്രെപ്റ്റോകോക്കസ് ആണോ? അല്ല. ടൈഫോയിഡ് സാൾമോണല്ല. ആരല്ല? സാൾമോണല്ല, ടൈഫി. ടൈഫോയിഡ് എന്തല്ല? സ്ട്രെപ്റ്റോകോക്കസ് അല്ല. മലേറിയ പ്ലാസ്മോഡിയ. നമ്മൾ 10ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണിത്. മലേറിയ കോസ് ചെയ്യുന്ന ആരാണ്? പ്ലാസ്മോഡിയ. അപ്പൊ അതാണ് എന്ത്? ശരി ഉത്തരം. അസ്കാരിയാസിസ് എന്തല്ല? എൻഡമീബല്ല. ഓക്കെ അല്ലേ? ശരി. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം. മൈക്രോബ് നോൺ ആസ് ബോത്ത് ബേക്കേഴ്സ് ഈസ്റ്റ് ആസ് വെൽ ആസ് ബ്രൂവേഴ്സ് ഈസ്റ്റ്. ബേക്കേഴ്സ് ഈസ്റ്റ് എന്നും ബ്രൂവേഴ്സ് ഈസ്റ്റ് എന്നും അറിയപ്പെടുന്ന ഈസ്റ്റ് ഏതാ? സക്കാരോമൈസസ് സർവീസിയെ എന്ന് പറയുന്ന ഈസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്? അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അത് തന്നെയാണ് കേട്ടോ. വിച്ച് മൈക്രോബ് ഈസ് കോൾഡ് ആസ് ബേക്കേഴ്സ് ഈസ്റ്റ്. ഇതാണ് സക്കാരോമൈസസ് സർവീസിയെ ആണ് എന്ത് ചെയ്യുക? ബേക്കേഴ്സ് ഈസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഡിസ്കവർഡ് ദ ഫസ്റ്റ് ആന്റിബയോട്ടിക്? പെനിസിലിൻ കണ്ടെത്തിയ ആരാടാ? വേറെ ആരല്ല, സർ ഡോക്ടർ അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഫസ്റ്റ് ആയിട്ട് ആന്റിബയോട്ടിക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, കണ്ടെത്തുന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫസ്റ്റ് ആന്റിബയോട്ടിക് ഡിസ്കവർഡ് വാസ്. ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബയോട്ടിക്കിന്റെ പേരെന്താടാ? ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബയോട്ടിക്കിന്റെ പേരാണ് പെനിസിലിൻ. എന്ത് പറയും? പെനിസിലിൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മക്കളെ, ഇത്രയാണ് നമ്മളുടെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്ന മാക്സിമം 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മളെല്ലാം അടുത്ത സാറ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോട്ടണിയുടെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്.